പെർമനന്റ് സ്കിൻ വൈറ്റനിങ് നമുക്ക് കിട്ടാൻ 100% ഇഫക്റ്റീവ് ആയിട്ടുള്ള നാച്ചുറൽ സ്കിൻ കെയർ റൂട്ടീനാണ് ഈ വീഡിയോയിൽ ഞാൻ പരിചയപ്പെടുത്തുന്നത്. മാസത്തിൽ ഒരു ദിവസം വെറും അരമണിക്കൂർ നിങ്ങൾ ഇതിനു വേണ്ടി ചിലവാക്കിയാൽ മതി. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ലെറ്റ്സ് ഷൈൻ ടുഗദർ. 100% റിസൾട്ട് തരുന്ന അൾട്ടിമേറ്റ് സ്കിൻ കെയർ റൂട്ടീൻ ഞാൻ തന്നെ ട്രൈ ചെയ്ത് 100% റിസൾട്ട് കിട്ടിയിട്ടുള്ള ഹോം മെയ്ഡ് ആയിട്ടുള്ള 3 പ്രൊഡക്ട്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത്. ഒന്ന് സ്കിൻ വൈറ്റനിങ് ഓയിലാണ്, ഒന്നൊരു സോപ്പാണ്, പിന്നെയുള്ളത് നൈറ്റ് ഫേസ് സീറമാണ്. വീട്ടിൽ ഇതൊക്കെ ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ ഏറ്റവും നല്ല ആയുർവേദിക് ഓൾട്ടർനേറ്റീവ് പ്രൊഡക്ട്സ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. ഞാൻ തന്നെ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്, നല്ല റിസൾട്ട് കിട്ടിയിട്ടുള്ളതുമാണ്. സോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് നമ്മുടെ സ്കിൻ വൈറ്റനിങ് ഓയിലിൽ നിന്ന് തുടങ്ങാം. അതിനായിട്ട് ആദ്യം നമ്മൾ എടുക്കേണ്ടത് മഞ്ചട്ടിപ്പൊടിയാണ്. മഞ്ചിഷ്ട പൗഡർ 2 ടീസ്പൂൺ. പിന്നെ വേണ്ടത് കസ്തൂരി മഞ്ഞളാണ്. കസ്തൂരി മഞ്ഞൾ 4 ടീസ്പൂൺ. എല്ലാം നല്ല പ്യുവർ ഫോമിൽ കുറച്ച് ട്രസ്റ്റഡ് ആയിട്ടുള്ള ബ്രാൻഡിൻ്റെ വാങ്ങാൻ ശ്രദ്ധിക്കണം. സോ ഇനി വേണ്ടത് കോലരക്കാണ്. കോലരക്ക് എന്ന് പറയുന്നത് ലാക്ക് എന്ന് പറയും. ഒരു കുഞ്ഞു പ്രാണിയുടെ സഹായത്തോടു കൂടി നമുക്ക് കിട്ടുന്ന ഒരു അരക്കാണ്. ആയുർവേദ കടകളിൽ ചോദിച്ചാൽ കിട്ടും. സോ ഇനി നമുക്ക് വേണ്ടത് 500 ഗ്രാം വെളിച്ചെണ്ണയാണ്. വെളിച്ചെണ്ണ നല്ല ആട്ടിയ വെളിച്ചെണ്ണ ഉള്ളവരാണെങ്കിൽ അത് എടുക്കുകയാണ് കൂടുതൽ നല്ലത്. അല്ലെങ്കിൽ സാധാരണ വെളിച്ചെണ്ണ നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന വെളിച്ചെണ്ണ ആയാലും മതി. സോ 500 ഗ്രാം വെളിച്ചെണ്ണ എടുത്തിട്ട് നന്നായി കഴുകി വെള്ളത്തിൻ്റെ അംശം ഒട്ടുമില്ലാത്ത ഒരു പാനിലേക്ക് ഇതുപോലെ ഒഴിക്കുക. അതിനുശേഷം നമ്മൾ കാണിച്ചു തന്ന 3 ഇൻഗ്രീഡിയൻസ് ഉണ്ടല്ലോ, സ്കിൻ വൈറ്റനിങ്ങിന് ഹെൽപ്പ് ചെയ്യുന്ന ഏറ്റവും നല്ല 3 ഇൻഗ്രീഡിയൻസ് ആണ് ഈ ഓയിലിലെ പ്രധാന കണ്ടൻറ്റ്. അതുതന്നെയാണ് ഇത് നമുക്ക് നല്ല റിസൾട്ട് തരുന്നതും. മഞ്ചിഷ്ട, പിന്നെയുള്ളത് മഞ്ചിഷ്ടപ്പൊടി, മഞ്ചട്ടിപ്പൊടി, കസ്തൂരി മഞ്ഞൾ, കോലരക്ക്. ഇത് 3 കൂടി ഈ വെളിച്ചെണ്ണയിൽ ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. ഇനി നമുക്കിത് എങ്ങനെയാണ് കാച്ചുന്നതെന്ന് കാണിച്ചു തരാം. നമ്മുടെ സ്കിൻ വൈറ്റനിങ് ഓയിൽ ജസ്റ്റ് ഒന്ന് എല്ലായിടത്തും ആദ്യം ഒന്ന് ഇളക്കുക. അതിന് ശേഷം ലോ ഫ്ലെയിമിൽ നമുക്ക് ഇത് കയറ്റി വെച്ചിട്ട് ഇളക്കിക്കൊണ്ടിരിക്കാം. ആദ്യം ഒരു തള വരുന്ന വരെ ഇതുപോലെ ഇളക്കുക. അതിന് ശേഷം അതിൻ്റെ പതയൊക്കെ പോയിട്ട് നമുക്കൊരു പ്യുവർ ഫോം കിട്ടും. അതുവരെ ഇളക്കിയിട്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മുടെ എണ്ണ തയ്യാറാവും. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം ഇത് ഉണ്ടാക്കാനായിട്ട്. ഏകദേശം ഒരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഇതേപോലെ തിളച്ച് വന്നിട്ടുണ്ട്. പതിയൊക്കെ അപ്പം ഇങ്ങനെ സൈഡിലേക്ക് പോവും. ഫസ്റ്റ് പതിയാണ് കേട്ടോ വരിക. അതിന് ശേഷം തള അങ്ങനെ മാറിയിട്ട് നമ്മുടെ റെസിഡ്യൂ പതുക്കെ അടിയിലേക്ക് ഇങ്ങനെ അടിയാൻ തുടങ്ങും. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എത്തുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കിത് മാറ്റി വയ്ക്കാം. നമ്മുടെ എണ്ണ ചൂടാറുന്ന വരെ മാറ്റി വയ്ക്കുക. ചൂട് നന്നായി ആറിയതിന് ശേഷം ഇത് അരിച്ച് ഒരു പാത്രത്തിലേക്ക് അരിക്കുക. അതിന് ശേഷം നമുക്ക് ഏത് കണ്ടെയ്നറിലേക്കാണോ മാറ്റേണ്ടത് ബോട്ടിൽ അതിലേക്ക് ഒഴിച്ചിട്ട് ടൈറ്റായിട്ട് അടച്ചു വയ്ക്കാം. ഗ്ലാസ് ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലൊഴിച്ച് വയ്ക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. സോ ഇതാണ് നമ്മുടെ എണ്ണ. ഒരു ഡാർക്ക് റെഡ് കളറാണ്, റെഡിഷ് ബ്രൗൺ കളറിലാണ് നമുക്ക് എണ്ണ കിട്ടുന്നത്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഈ സ്കിൻ വൈറ്റനിങ് ഓയിൽ നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി ട്രൈ ചെയ്യണം. ഇനി ഹോം മെയ്ഡ് ഓയിൽ ഉണ്ടാക്കാൻ പറ്റാത്തവർക്ക് ഞാനൊരു ഓൾട്ടർനേറ്റീവ് പറയാം. നമുക്കത് കാണാം. ദിനേശവല്യാദി വെളിച്ചെണ്ണ ഞാൻ ഇതിൻ്റെ റിവ്യൂ ചെയ്തിട്ടുള്ളതാണ്. നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിനും ഒപ്പം കുറേ നാളുകളായിട്ട് ഇപ്പോൾ പോവാത്ത കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അങ്ങനത്തെ എല്ലാ പാടുകളും മാറാൻ നല്ലതാണ് ദിനേശവല്യാദി വെളിച്ചെണ്ണ. ഇതിലിവർ ഉപയോഗിച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് ഫുള്ള് ആയുർവേദിക് ആണത്. ഈച്ച് 100 ml കണ്ടെയ്ൻസ് എന്ന് പറഞ്ഞിട്ട് അവർ അതിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാം നാച്ചുറൽ പ്രൊഡക്ട്സ് ആണ്, ആയുർവേദിക് പ്രൊഡക്ട്സ് ആണ്. സോ അതാണ് നമുക്ക് ഇപ്പോൾ ഈ സ്കിൻ വൈറ്റനിങ് ഓയിൽ വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ നിന്ന് വാങ്ങാവുന്ന ഒരു ഓപ്ഷൻ ഈ ദിനേശവല്യാദി വെളിച്ചെണ്ണയാണ്. ഓയിൽ കഴിഞ്ഞാൽ നമ്മുടെ റൂട്ടീനിൽ വരുന്നത് സോപ്പാണ്, ഹോം മെയ്ഡ് സോപ്പ്. ഇതാണ് ഞാൻ യൂസ് ചെയ്തിട്ടുള്ള ഹോം മെയ്ഡ് സോപ്പ്. ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്നുള്ള വീഡിയോ ഇനി നമുക്ക് കാണാം. സോപ്പിൻ്റെ ബേസായിട്ട് സോപ്പ് ബേസ് വാങ്ങണമെങ്കിൽ അങ്ങനെ വാങ്ങാം. അല്ലെങ്കിൽ നിങ്ങൾ സോപ്പ് എടുക്കുകയാണെങ്കിൽ പിയേഴ്സിൻ്റെ ഈ കളർ, ഈ ഗ്ലിസറിനുള്ള ഈ സോപ്പ് വാങ്ങുകയാണ് ഏറ്റവും ബെസ്റ്റ്. കാരണം ഇതിൽ 98% പ്യുവർ ഗ്ലിസറിനും പിന്നെ നാച്ചുറൽ ഓയിൽസും ആണുള്ളത്. സോ ഫസ്റ്റ് പ്രിഫറൻസ് ഈ സോപ്പിന് കൊടുക്കുക. അല്ലെങ്കിൽ പിന്നെ സോപ്പ് ബേസ് വാങ്ങിച്ചിട്ട് അത് യൂസ് ചെയ്യുക. അപ്പോൾ ഒരു പ്യുവർ സോപ്പ് എടുക്കുക, എന്നിട്ട് അത് ചെറിയ കഷ്ണങ്ങളാക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഓട്സ് ആണ്. ഓട്സ് നന്നായി പൊടിച്ചിട്ടുണ്ടാവണം. നല്ല എത്രത്തോളം നിങ്ങൾക്ക് പൊടിയാക്കാൻ പറ്റുമോ അത്രത്തോളം പൊടിച്ചിട്ടുള്ള ഓട്സ് എടുക്കുക. പിന്നെ നമുക്ക് വേണ്ടത് തേനാണ്. തേൻ ഒരു 3 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. തേൻ നല്ലൊരു ക്ലെൻസിങ് ഏജൻ്റാണ്. സോ ഞാനിത് ഇവിടെ പിയേഴ്സ് കുഞ്ഞു കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഡബിൾ ബോയിൽ ചെയ്തിട്ട് നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. പ്യുവർ സോപ്പ് എത്ര ട്രാൻസ്പാരൻ്റ് ആണെന്ന് നോക്കി, അതാണ് അതിൻ്റെ പ്യൂരിറ്റി. പ്യുവർ ഗ്ലിസറിൻ ആണ് അതിൽ. സോ ഇനി ഡബിൾ ബോയിൽ ചെയ്യാനായിട്ട് ഞാനൊരു പാത്രം ഇതുപോലെ വെച്ചിട്ടുണ്ട്. വെള്ളം അത് തിളയ്ക്കുമ്പോൾ ഈ സോപ്പ് ഇങ്ങനെ കഷ്ണങ്ങളാക്കിയിട്ടുണ്ടല്ലോ അത് അതിനുള്ളിൽ വെച്ചിട്ട് ജസ്റ്റ് ഇളക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അത് നന്നായി മെൽറ്റ് ആവുന്ന വരെ ഇളക്കിക്കൊണ്ടിരിക്കുക. പെട്ടെന്ന് മെൽറ്റ് ആവും കേട്ടോ.
ഒരു 5 മിനിറ്റിനുള്ളിലൊക്കെ പെട്ടെന്ന് അത് മെൽറ്റായി കിട്ടും. മെൽറ്റായതിന് ശേഷം നമ്മുടെ 2 ടീസ്പൂൺ ഓട്സ് ഉണ്ടല്ലോ പൊടിച്ചത്, അതും 3 ടീസ്പൂൺ തേനും കൂടി ഇതിലേക്ക് ഒഴിച്ചിട്ട് നല്ലോണം ഇളക്കുക, നല്ലോണം മിക്സ് ആക്കുക. അതിന് ശേഷം നമുക്ക് ഈ മോൾഡിലേക്ക് ഒഴിക്കാം. ഞാനിവിടെ കപ്പാണ് എടുത്തിരിക്കുന്നത്, ഡിസ്പോസിബിൾ കപ്പില്ലേ അതിലേക്കാണ് ഒഴിച്ചിരിക്കുന്നത്. സോ ആ ഒരു ഷേപ്പിലാണ് എനിക്ക് കിട്ടുക. അത് ചൂടാറി ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക, സെറ്റ് ആവാനായിട്ട് വെയിറ്റ് ചെയ്യാം. നമ്മുടെ സോപ്പ് സെറ്റായിട്ടുണ്ട്. ഭയങ്കര ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റാവുന്നതാണ്. അപ്പോൾ ജസ്റ്റ് പതുക്കെ ആ കപ്പ് ഒന്ന് കീറിയിട്ട് നമുക്ക് സോപ്പ് മോൾഡിലാണ് നിങ്ങൾ ഒഴിച്ചു വെച്ചെങ്കിൽ അതുപോലെ പതുക്കെ ഇങ്ങനെ എടുക്കുക. ഇതാക്കണ്ടല്ലേ സോപ്പിൻ്റെ, ഞാനിപ്പോൾ ഡിസ്പോസിബിൾ കപ്പിൽ ഒഴിച്ചുകൊണ്ടാണ് ഈ ഒരു ഷേപ്പിൽ വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഹണി ഓട്സ് സോപ്പ്. ഇതാണ് നമ്മുടെ സ്കിൻ കെയർ റൂട്ടീനിൽ നമ്മൾ യൂസ് ചെയ്തിട്ടുള്ള സോപ്പ്. ഹോം മെയ്ഡ് സോപ്പ് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണമൊന്ന് വേറെ തന്നെയാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും അതൊരു നല്ലൊരു അനുഭവമായിരിക്കും. കാരണം നമ്മൾ ഇത് യൂസ് ചെയ്യുമ്പോൾ തന്നെ ആ ഓട്സിൻ്റെയും തേൻ്റെയും ആ ഒരു ഗുഡ്നെസ് നമുക്ക് കാണാൻ പറ്റും. സ്കിൻ നല്ല മോയ്സ്ചറൈസ്ഡ് ആയിട്ടിരിക്കും. അതുപോലെ തന്നെ സ്കിൻ ടോണും ഇമ്പ്രൂവ് ആവുന്നത് കാണാം. സോ നമ്മൾ ഓയിലിൽ ടെർമറിക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് യൂസ് ചെയ്തേക്കുന്നത്. അതുകൊണ്ട് സോപ്പിൽ ഓട്സും തേനുമാണ് വന്നിരിക്കുന്നത്. ഓട്സിൻ്റെയും തേനിൻ്റെയും സോപ്പാണ്. ഇനി സോപ്പ് ഉണ്ടാക്കാൻ ബുദ്ധിമുട്ടുള്ളവരാണെങ്കിൽ അവർക്കുള്ള ഓൾട്ടർനേറ്റീവ് പറഞ്ഞുതരാം. സോപ്പ് ഇപ്പോൾ ഞാൻ പെർട്ടിക്കുലറായിട്ടൊരു ബ്രാൻഡിൻ്റെ പറയുന്നില്ല. ഒരുപാട് ആയുർവേദിക് സോപ്പ് നമുക്ക് ഓൺലൈൻ ആണെങ്കിലും ഒക്കെ കാണാൻ പറ്റും. അതിലെ ഇൻഗ്രീഡിയൻസ് നോക്കിയിട്ട് നാച്ചുറൽ ആയിട്ടുള്ളൊരു സോപ്പ് തിരഞ്ഞെടുക്കുക. ഇനി ഈ റൂട്ടീനിൽ വരുന്നത് നൈറ്റ് ഫേസ് സീറോ ആണ്. അതിന് വേണ്ടിയിട്ട് നല്ല പ്യുവർ ഫ്രഷ് അലോവേര ലീഫ് എടുക്കുക. 2 ലീഫ് മതി കേട്ടോ. സോ ഇനി അതിൻ്റെ ഉള്ളിൽ നിന്ന് ജെല്ല് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഇടുക. ഒരു കണ്ടെയ്നറിലേക്ക് പതുക്കെ നല്ല ഫ്രഷ് ജെല്ലെടുക്കുമ്പോൾ ചില ലീവ്സിൽ യെല്ലോ പോർഷൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ. അത് ചെറുതായിട്ടൊരു പോയ്സണസ് ആണ്, നമ്മുടെ സ്കിന്നിന് നല്ലതല്ല. അത് ഉണ്ടെങ്കിൽ ആ ഭാഗം കളഞ്ഞിട്ട് വേണം പ്യുവർ വൈറ്റ് ജെല്ല് മാത്രമായിട്ട് എടുക്കാനായിട്ട്. ഈ ലീഫിൽ ഉണ്ടായിരുന്നില്ല കേട്ടോ. ചില ലീഫിൽ ഞാൻ കാണാറുണ്ട് ഒരു യെല്ലോവിഷ് പോർഷൻ. സോ ഇതിലുണ്ടായിരുന്നില്ല. നല്ല പ്യുവർ ഫോമിലുള്ളത് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 വിറ്റമിൻ ഇ ടാബ്ലറ്റിൻ്റെ ഓയിലും കൂടി ഒഴിക്കണം. ഇത് നമ്മൾ എന്നും രാത്രി മുഖത്ത് തേക്കാനാണ് സിറം, ഫേസ് സിറം പോലെ. സോ ഈ വിറ്റമിൻ ഇ ഓയിലും അലോവേരയും കൂടി നമ്മൾ മുഖത്ത് എന്നും രാത്രി ഇടുകയാണെങ്കിൽ മുഖം നല്ല തിളങ്ങാനാണ് ഏറ്റവും കൂടുതൽ അത് ഹെൽപ്പ് ചെയ്യുക. കളർ കൂട്ടാന്നുള്ളൊരു പ്രോസസ്സല്ല, മുഖത്തിന് ഗ്ലോയിങ് കിട്ടാനാണ് ഇത് ഹെൽപ്പ് ചെയ്യുക. ഒപ്പം തന്നെ പോഴ്സൊക്കെ ഉണ്ടെങ്കിൽ, ഓപ്പൺ പോഴ്സ് ഉണ്ടെങ്കിൽ അത് ടൈറ്റൻ ചെയ്യാനും സ്കിൻ നല്ല യൂത്തായിട്ടിരിക്കാനും ഈ ഒരു സംഭവം നമ്മളെ ഹെൽപ്പ് ചെയ്യും. സോ ആ ഓയിലും കൂടി ഞാൻ ഒഴിച്ചിട്ടുണ്ട്. 2 വിറ്റമിൻ ഇ ഓയിൽ 2 ടാബ്ലറ്റിൽ. വല്ലാതെ ഓയിലി സ്കിന്നായിട്ടുള്ളവർ വിറ്റമിൻ ഇ ഓയിലിന് പകരം 1 സ്പൂൺ ലൈം ജ്യൂസ് ഉണ്ടല്ലോ, ലൈം ജ്യൂസ് ആഡ് ചെയ്താൽ മതി. പിന്നെ നിങ്ങളിതൊരു ടൈറ്റ് കണ്ടെയ്നറിലാക്കിയിട്ട്, ഞാനിപ്പോൾ എനിക്ക് ഉപയോഗിക്കാൻ എളുപ്പത്തിന് ഇതുപോലത്തെ ഒരു കണ്ടെയ്നറിലാണ്, ക്യാപ്പുള്ള കണ്ടെയ്നറിലാണ് ആക്കുന്നത്. സോ അതുപോലെ ഏതെങ്കിലും ഒരു കണ്ടെയ്നറിൽ ഒഴിച്ച് ടൈറ്റാക്കി അടച്ചിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെക്കണം. എന്നിട്ട് വൈകുന്നേരം ഉറങ്ങുന്നതിന് മുൻപ് 2 ഡ്രോപ്പ് എടുത്ത് മുഖത്ത് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്യുക. എക്സ്പെഷ്യലി നമ്മുടെ കവിളിൻ്റെ ഭാഗത്തൊക്കെ, അവിടേക്കാണ് പോഴ്സ് കൂടുതലുണ്ടാവുക. സോ മുഖം തിളങ്ങാനും പോഴ്സൊക്കെ മാറാനും സ്കിന്നൊന്ന് ടൈറ്റൻ ആവാനും ഭയങ്കര യൂസ്ഫുൾ ആയിട്ടുള്ളതാണ് ഈ അലോവേരയും വിറ്റമിൻ ഇ ഓയിലുമുള്ള ഈ ഫേസ് സീറം. ഒരുപാട് പൈസയൊക്കെ ചിലവാക്കി വാങ്ങുന്ന സീറത്തിനേക്കാളും യൂസ്ഫുള്ളാണ് ഈ നാച്ചുറൽ സീറം കേട്ടോ. ഈ നൈറ്റ് സീറത്തിന് പകരം ഒരു നൈറ്റ് സീറം അല്ല എനിക്ക് ഇതിന് പകരം സജസ്റ്റ് ചെയ്യാനുള്ളത് ഒരു നൈറ്റ് ക്രീമാണ്. കോട്ടയ്ക്കലിൻ്റെ വിഭ സ്കിൻ കെയർ ക്രീമാണ്. ഇത് നമുക്ക് നൈറ്റ് ക്രീമായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്കിന്നിന് വളരെ നല്ലതാണ്. ഇത് നിറം വയ്ക്കാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെ നമ്മുടെ മുഖത്ത് കുഞ്ഞു കുഞ്ഞു കുരുക്കളില്ലേ, ടൈനി ബംസ് എന്നൊക്കെ പറയുന്നത്, അതൊക്കെ മാറാൻ വളരെ നല്ലതാണ്. സോ ഈ ഒരു ക്രീം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. സീറം ഉണ്ടാക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഈ ഹോം മെയ്ഡ് ഞാൻ കാണിച്ച കാര്യങ്ങൾ വെച്ച് ഈ റൂട്ടീൻ ഫോളോ ചെയ്യുന്നതാണ്. ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ള എല്ലാ പ്രൊഡക്ട്സിൻ്റെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഈ ആയുർവേദിക് നാച്ചുറൽ റൂട്ടീൻ ഫോളോ ചെയ്യുന്നതോടൊപ്പം കുറച്ച് കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം ധാരാളം വെള്ളം കുടിക്കുക എന്നുള്ളതാണ്. 8 ഗ്ലാസ് വെള്ളമെങ്കിലും ചുരുങ്ങിയത് നമ്മളൊരു ദിവസം കുടിച്ചിരിക്കണം. നമ്മുടെ സ്കിൻ നല്ല നറിഷ്ഡ് ആക്കാനും നല്ല ഹെൽത്തി ആക്കാനും അത് ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്തെ കാര്യം എന്തെങ്കിലും മെഡിറ്റേഷനോ വർക്കൗട്ടോ ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ സ്കിൻ പ്യൂരിഫൈ ചെയ്യാൻ, നമ്മുടെ ടോക്സിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്കിന്നിൽ നിന്ന് പുറത്ത് കളയാനുള്ള ഏറ്റവും നല്ല മാർഗം വയ്യാർക്കുക എന്നുള്ളതാണ്, സ്വെറ്റ് ചെയ്യൽ. സോ വർക്കൗട്ടൊക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കും. അതുപോലെ യോഗ മെഡിറ്റേഷനൊക്കെ ചെയ്യുന്നത് നമ്മുടെ സ്കിൻ നല്ല റിലാക്സ് ആവാൻ ഹെൽപ്പ് ചെയ്യും. പിന്നെയുള്ളൊരു പോയിന്റ് നന്നായി ഉറങ്ങുക എന്നുള്ളതാണ്. നല്ല ഉറക്കം കിട്ടുന്നത് മസ്റ്റാണ് നല്ലൊരു ഹെൽത്തി സ്കിൻ ഉണ്ടാകാൻ വേണ്ടിയിട്ട്. സോ അതും കൂടി ഒന്ന് ശ്രദ്ധിക്കാം. So that's it guys. See you in next video. Take care. Bye.